ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഒരു സ്മൂത്തി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം നല്ല മാംഗോയുടെയൊക്കെ ഒരു സീസണാണല്ലോ, എല്ലാ വീടുകളിലും കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ് മാംഗോ. അപ്പം നമ്മൾ മാങ്ങ വെച്ചിട്ട് ഒരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റിൽ വ്യത്യസ്തമായ രീതിയിൽ നല്ല ഒരു സ്മൂത്തി നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 3 മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 3 മാങ്ങ നന്നായിട്ട് പഴുത്തത് നല്ല മധുരമുള്ള മാങ്ങ നോക്കി എടുക്കണം കേട്ടോ. തൊലിയൊക്കെ ചെത്തി നമ്മളൊന്ന് വൃത്തിയാക്കി എടുത്തിട്ട് നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കണം ചെറിയ പീസുകളായിട്ട്. നമ്മൾ സാധാരണ ഷെയ്ക്കും ജ്യൂസും ഒക്കെ ഉണ്ടാക്കുന്ന പോലെ നമുക്ക് മിക്സിയിലിട്ടാണ് ഇത് അടിച്ചെടുക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറെ ഒരു മാങ്ങ എടുത്ത്, ഇതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യലായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞത്. ഒരു മാങ്ങയും കൂടി നമ്മൾ എടുത്തിട്ട് ചെറിയ പീസുകളാക്കി, ചെറിയ കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് കട്ട് ചെയ്ത് നമ്മൾ വയ്ക്കുന്നുണ്ട്. ഇതുകൊണ്ട് നമുക്കൊരു പ്രോസസ്സുണ്ട്, അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതൊരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ഒന്ന് ചെയ്ത് നമ്മൾ സ്മൂത്തിയിൽ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് കേട്ടോ. അതുകൊണ്ട് ഇത് പ്രത്യേകമായിട്ടൊന്ന് ചെയ്യാനായിട്ട് മറക്കല്ലേ. ഇത് ഉറപ്പായിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് സ്മൂത്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും വളരെ ഇഷ്ടപ്പെടും. ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ ഒരു പാത്രം എടുത്ത് നമ്മൾ സ്റ്റൗവിൽ വെച്ച് കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ വെള്ളം ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് അതിൽ ഒരു തവി പഞ്ചസാര നമ്മളിട്ട് കൊടുക്കുന്നുണ്ട്. ഈ പഞ്ചസാര നമ്മളൊന്ന് നന്നായിട്ടൊന്ന് അലിപ്പിച്ച് ഒരല്പം കുറുക്കിയെടുക്കണം. ഒരു ചെറിയ പാനി പരുവത്തിലാകുമ്പോഴത്തേക്ക് നമ്മൾ കുഞ്ഞതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങാ പീസസ് ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഈ പഞ്ചസാര പാനിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് വിളയിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് വെന്ത് പോകരുത്, നന്നായിട്ട് പഴുത്ത മാങ്ങ ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് സമയം ഇട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. പഞ്ചസാര പാനി ഒന്ന് കുറുകി കഴിഞ്ഞിട്ട് ഇടുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ അതിലേക്കെല്ലാം മാങ്ങയിലേക്ക് നന്നായിട്ടൊരു മധുരം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഷുഗർ പേഷ്യൻറ്റിനൊന്നും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കരുത്. സാധാരണ സ്മൂത്തി അധികം പഞ്ചസാര ഇല്ലാതെ മാത്രമേ അടിച്ചു കൊടുക്കാവുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇനി അടുത്തത് മിക്സിയുടെ ജാർ എടുത്തുകൊണ്ട് വന്നിട്ട് അതിലേക്ക് നമ്മൾ നറുക്കി വെച്ചിരുന്ന മാങ്ങാ പീസസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് യോഗർട്ടാണ്. യോഗർട്ട് കയ്യിലുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഉറയൊഴിച്ചെടുക്കുന്ന തൈര്, നല്ല കട്ടയായിട്ടുള്ള തൈര്, പുളി ഒട്ടും ഇല്ലാത്ത തൈര്, അത് നമ്മളൊരു 2-3 സ്പൂൺ വരേക്കും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്മൂത്തി അടിക്കാനായിട്ട് നമുക്ക് യോഗർട്ട് അല്ലെങ്കിൽ പുളിയില്ലാത്ത തൈര് അത്യാവശ്യമാണ് കേട്ടോ. അതും കൂടി ഇടുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. ഇനി നമ്മൾ 1 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഷുഗർ പേഷ്യൻറ്റിനാണെങ്കിൽ പഞ്ചസാര ഇടുകയേ വേണ്ട. നമ്മൾ ഇതുപോലെ ഹണി വേണമെങ്കിൽ ഒരല്പം ഒഴിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇല്ലാതെ, മധുരമില്ലാതെ നമ്മൾ അടിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് നമ്മൾ കുറച്ച് തേനും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര കുറച്ചിട്ടിട്ട് ഞാൻ കുറച്ച് തേൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് നമ്മളൊരു 2 സ്പൂൺ ഓട്സും കൂടെ എടുത്ത് വയ്ക്കുന്നുണ്ട്. അത് നമ്മൾ ഒരു അല്പം ചൂടുള്ള പാലൊഴിച്ച് ഒന്ന് കുതിരാനായിട്ട് വയ്ക്കണം. ഒരല്പം കുതിർത്തി എടുക്കണം. ഇത് ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തിയാണെന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഓട്സും കൂടെയൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നത്. ഒരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം, അത്യാവശ്യം വിശപ്പടങ്ങുമല്ലോ. അപ്പോൾ നമ്മൾ കുതിരാൻ വെച്ച ഓട്സ് ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതും കൂടി നമ്മൾ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളെല്ലാം കൂടെ ഇട്ട് കൊടുത്തു. മാങ്ങ പീസാക്കിയത്, പിന്നെ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരല്പം പഞ്ചസാര അല്ലെങ്കിൽ തേന്, പിന്നെ യോഗർട്ട് അല്ലെങ്കിൽ പുളിയില്ലാത്ത തൈര്, പിന്നെ നമ്മൾ ഇട്ട് കൊടുത്തത് ഓട്സാണ്. ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ട് തണുപ്പിച്ച പാല്. സ്മൂത്തിക്കും ഷെയ്ക്കിനും ഒക്കെ കുറച്ച് നല്ല തണുപ്പാണല്ലോ, അതുകൊണ്ടാണ് നമ്മൾ തണുപ്പിച്ച പാലൊഴിക്കുന്നത്. നമ്മളിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എല്ലാം കൂടെ സ്മൂത്തി ഒക്കെ എപ്പോഴും നല്ല തിക്കായിട്ടിരിക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ അധികം പാലൊഴിക്കുന്നില്ല, കുറച്ച് പാലേ ഒഴിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ കവർ പാല് നമ്മൾ ഐസാക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് കണ്ട ഇത്രയും നല്ല കട്ടിയായിട്ട് വേണം നമുക്ക് സ്മൂത്തി കിട്ടാനായിട്ട്. ഇനി നമ്മളിതിലേക്ക് സ്പെഷ്യലായിട്ട് ഞാൻ പറഞ്ഞല്ലോ വളരെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണെന്ന്. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി ഇതാണ്. നമ്മൾ മാങ്ങ വിളയിച്ച് വെച്ചിരുന്നില്ലേ, ആ മാങ്ങ നമ്മൾ ഓരോ തവി വീതം കോരി ഈ ഗ്ലാസിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇതൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ ഉറപ്പായിട്ടും വീണ്ടും ചെയ്ത് നോക്കും. ആ പഞ്ചസാരയിലൊക്കെ വിളയിച്ചതുകൊണ്ട് നല്ല ഒരു മധുരമായിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ഷുഗർ ഉള്ളവർക്ക് ഇങ്ങനെ കൊടുക്കരുത്. ഈ മാങ്ങ ഇതുപോലെ പഞ്ചസാരയിൽ വിളയിച്ച് കൊടുക്കരുത്. ഇത് കുട്ടികൾക്കോ ഷുഗർ ഇല്ലാത്തവർക്കോ ഒക്കെ കഴിക്കാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. പക്ഷേ ടേസ്റ്റ് അപാരം തന്നെയാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം. മാങ്ങയുടെ സീസണിലൊക്കെ നമ്മൾ മാങ്ങയൊക്കെ കട്ട് ചെയ്ത് ഇഷ്ടംപോലെ കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ജ്യൂസ് അടിക്കുന്നുണ്ട്, ഷെയ്ക്കൊക്കെ അടിക്കുന്നുണ്ട്. ഇതുപോലെ ഒരു സ്മൂത്തിയും കൂടെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. നമുക്ക് ഈ വീഡിയോ ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നമ്മുടെ വീഡിയോ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറക്കല്ലേ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.